ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യുവർ അവറേജ് മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രൈം വീഡിയോൻ്റെ പുതിയ വിൻഡോസ് ആപ്പാണ് നോക്കാൻ പോകുന്നത്. ഇത്രയും നാൾ വിൻഡോസിന് പ്രൈം വീഡിയോൻ്റെ ആപ്പ് ഉണ്ടായിരുന്നില്ല, ആൻഡ്രോയിഡിനും iOS-നും ഉണ്ടായിരുന്നു. പക്ഷേ വിൻഡോസ് യൂസേഴ്സ് പ്രൈം വീഡിയോൻ്റെ വെബ് ആപ്പും അല്ലെങ്കിൽ ബ്രൗസറിലും ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പുതിയ ആപ്പ് ഈ ഇടയ്ക്ക് റിലീസായിട്ടുള്ളൂ. അതെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്യണേ എങ്ങനെയാണെന്ന് നോക്കാം ഈ ആപ്പ്. അതിന് ആദ്യം വിൻഡോസിലെ മൈക്രോസോഫ്റ്റ് സ്റ്റോറിലേക്ക് പോവാം. ഓക്കെ, മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ പോയിട്ട് ആമസോൺ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യണം. ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ലോഗിൻ ചെയ്യണം. ഈ ഒരു വിൻഡോസ് ആപ്ലിക്കേഷൻ്റെ, അതായത് ഇത്ര നാളും വെബ് ആപ്പ് ഉണ്ടായിരുന്നു, അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ആപ്പിലും iOS ആപ്പിലും നമുക്ക് വീഡിയോസ്, അതായത് സീരീസും സിനിമയും എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട സമയത്ത് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് വെബ് ആപ്ലിക്കേഷനിലും അതുപോലെ ബ്രൗസറിലും യൂസ് ചെയ്യുമ്പോൾ അത് പറ്റില്ല. അതുപോലെ കുറച്ചുകൂടിയും എപ്പോഴും നല്ലത് ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്, ഒരു വെബ്സൈറ്റ് എടുക്കണേക്കാം. ഇപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസും മറ്റു കാര്യങ്ങളും നോക്കാം. സാധാ വെബ് ആപ്പിൽ കാണുന്ന അതേ യൂസർ ഇൻ്റർഫേസ് പോലെ തന്നെയാണ്. എല്ലാം ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. TV ഷോസ്, മൂവീസ്, കിഡ്സ്, അങ്ങനെ. ഡൗൺലോഡ്സ് എന്നുള്ള സെക്ഷൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടുള്ള പ്രത്യേകത. അതുപോലെ പ്രൊഫൈൽ സ്വിച്ച് ചെയ്യാൻ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ക്വാളിറ്റി സെറ്റ് ചെയ്യാം. പിന്നെ മൊബൈൽ ഡാറ്റ വെച്ച് ഡൗൺലോഡ് ചെയ്യണോ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത്രയും കാലം കാത്തിരുന്നിട്ടാണ് വിൻഡോസിന് പ്രൈം വീഡിയോൻ്റെ ഒരു ആപ്പ് ആമസോൺ ഇറക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു കുറവായിട്ട് ആൾക്കാർ പറയുന്നത് 4K വീഡിയോ സപ്പോർട്ട് ഇല്ല എന്നാണ്. സാധാരണ നമ്മളെ പോലെയുള്ള യൂസേഴ്സൊന്നും അത് ഉപയോഗിക്കാൻ ചാൻസ് ഇല്ലെങ്കിലും വേറെ ഫോറിൻ കൺട്രീസിലുള്ള അവർക്ക് ഇതൊരു കുറവ് തന്നെയായിട്ടായിരിക്കും തോന്നുന്നത്. മാക്സിമം ഫുൾ HD റെസൊല്യൂഷൻ വരെ അത് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇനി ബാക്കി ഒരു സീരീസ് എടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാലും സാധാ പോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളില്ല. പക്ഷെ ഡൗൺലോഡ് എന്നൊരു ബട്ടൺ കൂടുതലായിട്ട്, ആ ഒരു ഓപ്ഷനാണ് വെബ് ആപ്പിനൊക്കെ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ കുറച്ചുകൂടിയും ഒരു ബ്രൗസറിൽ ഒരു വെബ്സൈറ്റ് എടുക്കണൊക്കെ ഒരു ആപ്ലിക്കേഷനിൽ കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. കുറച്ചുകൂടിയും വിൻഡോസിൻ്റെതായ കുറച്ചുകൂടിയും ഫീച്ചേഴ്സ് ഇത് യൂസ് ചെയ്യാനും ചാൻസ് ഉണ്ട് ഭാവിയിൽ. ഇതൊരു ഇപ്പം റിലീസായിട്ടുള്ളൂ. ഇനിയുള്ള അപ്ഡേറ്റ്സിൽ കുറേ കൂടി ഫീച്ചേഴ്സ് അവർ ഉൾപ്പെടുത്തുമെന്ന് തോന്നുന്നു. പിന്നെയും ഒരു പ്രത്യേകത, കുറച്ചുകൂടി സ്മൂത്താണ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ. വെബ് ബ്രൗസറിനേക്കാൾ കൂടുതലും സിസ്റ്റം റിസോഴ്സസ് നന്നായിട്ട് ഉപയോഗിക്കുന്നത് ആപ്ലിക്കേഷൻ ആയിരിക്കും.
Saint. വീഡിയോ ക്വാളിറ്റി The rest of them, yeah. മെച്ചപ്പെട്ട Pardon ക്വാളിറ്റി my ഉണ്ട്. French, fuck those fuckers. ഒന്നും പറയാനില്ല. Yeah. Have a shifty at that. What are these? പിന്നെ ഫുൾ HD കൊണ്ടുപോകാം. ഓക്കെ, വളരെ നല്ല വീഡിയോ ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. What are these? That's the police log the day that Robin got murdered. Couple of bar fights, a few cars got nicked. But you know what's not? In there? No bank alarms going off. No one charged at central booking. A-train stopped 2 banks. ഇത് ഡൗൺലോഡ് ആവുന്ന നിങ്ങൾക്ക് കാണാം. സോ ഇത് ബാക്കി സെഷൻ സ്ക്രിപ്റ്റ്സ് അതൊന്ന് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.